നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. നാളെ അത്തം, നാടും നഗരവും ഓണത്തിരക്കിലേക്ക്. തിരൂർ നഗരത്തിലും ഗ്രാമീണ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിലും ഇതിനകം തിരക്കേറി. ഇന്ന് രാവിലെ മുതൽ പൂവിപണി തുടങ്ങി. ഇക്കുറിയും പൂവിന് നല്ല വിലയാണ്. ചെമന്ന ചെണ്ടാമല്ലി, മഞ്ഞ ചെണ്ടുമല്ലി എന്നിവയ്ക്ക് വിലക്കയറ്റം അധികമില്ല. കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ 12 വയസ്സുകാരൻ കടലിൽ മുങ്ങി മരിച്ചു. കൂട്ടായി കോതപ്പറമ്പ് അഹമ്മദ് കടവത്ത് സിറാജിന്റെയും മുർഷിദയുടെയും മകൻ മുഹമ്മദ് അബിൻ റോഷനാണ് മരിച്ചത്. താനൂർ മത്സ്യ തുറമുഖത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ പ്രവേശന ഫീസ് ഏർപ്പെടുത്തുന്ന സർക്കാർ നയത്തിനെതിരെ വെള്ളിയാഴ്ച താനൂർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തുമെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ നേതാക്കൾ പറഞ്ഞു. ഡെലിഷ്യ ലൈവ് കേക്സ് 5ാം വാർഷിക ദിനത്തിൽ ആഘോഷിക്കാനിരുന്ന മുഴുവൻ പരിപാടികളും സാഹചര്യം പ്രതികൂലമായപ്പോൾ മാറ്റിവെക്കുകയും അന്നത്തെ ബിസിനസിന്റെ മുഴുവൻ തുകയും പരിപാടിക്കായി മാറ്റിവെച്ച തുകയും വയനാട് ദുരന്തമുഖത്തേക്കായി വീട് വെച്ചു നൽകുന്ന ബേക്കേഴ്സ് അസോസിയേഷൻ, കേരള ബാങ്കിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി താനൂർ യൂണിറ്റിനും വീതിച്ചു നൽകുവാൻ തീരുമാനം. തിരൂർ റോഡ് വീതി കൂട്ടാൻ തിരൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതി സ്ഥലം വിട്ടു നൽകി. തിരൂർ സിറ്റി ജംഗ്ഷൻ അമ്പലക്കുളങ്ങര റോഡ് വീതി കൂട്ടാനാണ് ബാങ്കിന്റെ സിറ്റി ജംഗ്ഷനിലെ 1/2 സെന്റ് സ്ഥലം നഗരസഭയ്ക്ക് വിട്ടു നൽകിയത്. അധ്യാപനത്തിന്റെ മാലാഖമാരായ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരെ അധ്യാപക ദിനത്തിൽ ചേർത്ത് നിർത്തി വിദ്യാലയം. പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് വെട്ടം ശാന്തി സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരെ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ആദരിച്ചത്. വെട്ടം പടിയത്തിന് നിറവും മണവും ചാർത്തി ചെണ്ടുമല്ലി വിളവെടുപ്പ്. പടിയം പൂപ്പാടത്താണ് ചെണ്ടുമല്ലി സുഗന്ധം പകർന്ന് വിരിഞ്ഞു നിൽക്കുന്നത്. പടിയത്തെ 9 പേരടങ്ങുന്ന സംഘമാണ് പൂക്കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. നാടിനെ നടുക്കിയ തീ ദുരന്തം. മാറഞ്ചേരി കാഞ്ഞിരമുക്ക് പുറങ്ങിൽ വീടിനകത്ത് തീപിടിച്ച് ഗൃഹനാഥൻ ഉൾപ്പെടെ 3 പേർ വെന്തു മരിച്ചു. ഇന്നലെ പുലർച്ചെ 1 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. തിരൂർ ജില്ലാശുപത്രി മോർച്ചറിയിലെ ഫ്രീസർ കേടായെന്ന വാർത്ത ആശുപത്രിക്ക് മോശം പേരുണ്ടായതായി ഡോക്ടർമാർ. പ്രതിഷേധ സൂചകമായി KGMOയും സ്റ്റാഫ് കൗൺസിലും ചേർന്ന് തിരൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പറവണ്ണ കടപ്പുറത്ത് കരക്കടിഞ്ഞത് 2 തിമിംഗലങ്ങൾ. പറവണ്ണ ബദാം ബീച്ചിനടുത്ത് 2 ഇടങ്ങളിലായാണ് സംഭവങ്ങൾ. വേളാപുരം ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കരക്കടിഞ്ഞ തിമിംഗലത്തിന്റെ ജഡം രാത്രിയോടെ കുഴിച്ചിട്ടു. ഭക്ഷണം പാഴ്സൽ വാങ്ങാനെത്തിയ യുവാക്കളുടെ അക്രമത്തിൽ ഹോട്ടൽ ഉടമയടക്കം 3 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി 9:30ഓടെയാണ് തിരൂർ മൂച്ചിക്കലിൽ പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എന്ന സ്ഥാപനത്തിലാണ് ആക്രമമുണ്ടായത്. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും തിങ്കളാഴ്ച അർദ്ധരാത്രിയിൽ ട്രിപ്പ് വിളിച്ച് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവേ വെട്ടം ചീർപ്പ് ഭാഗത്ത് വെച്ച് പിൻസീറ്റിലിരുന്ന് കത്തികൊണ്ട് ഡ്രൈവറുടെ ചെവിക്കും തലയ്ക്കും കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.